ഹായ്, നമ്മളിപ്പോൾ ബാംഗ്ലൂർ ജോബിൻ്റെ പർപ്പസിനായിട്ട് പോയിട്ട് നമ്മൾ തിരിച്ച് നാട്ടിലേക്ക് വരുമ്പോൾ നമുക്ക് ട്രെയിൻ ചിലപ്പോൾ കംഫർട്ടബിളായിട്ട് തോന്നുന്നു തരില്ല. അപ്പോൾ ചിലർ ഓപ്റ്റ് ചെയ്യുന്നത് സ്ലീപ്പർ ബസ്സസ് ആയിരിക്കും. അപ്പോൾ നമ്മൾ ഇപ്പോൾ ഇന്ദിരാനഗർ അങ്ങനത്തെ ഹാർട്ട് ഓഫ് ദി സിറ്റി നിൽക്കുകയാണെങ്കിൽ മടിവാളയിൽ നിന്നായിരിക്കും കൂടുതൽ പേരും കേരളത്തിലേക്ക് ബസ് കയറാറുള്ളത്, മടിവാള. സോ മടിവാളയിൽ എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ പല പല എന്താ പറയുക, ഈ ട്രാവൽ ഏജൻസികൾക്ക് പല പല ഓഫീസേഴ്സ് ഉണ്ട്. അപ്പോൾ ഞാനതിൽ ചൂസ് ചെയ്തത് കല്ലടയായിരുന്നു. കാരണം കല്ലട കുറച്ചും കൂടി അഫോർഡബിൾ ആണ്. സംഭവം ഇഷ്യൂസ് ഉണ്ടെന്ന് അറിയാം, എന്നാലും എനിക്ക് അവിടെ ട്രാവൽ ചെയ്തപ്പോൾ വലിയ പ്രോബ്ലം ഒന്നും ബസ്സിന് തോന്നിയില്ല ഫസ്റ്റ് എക്സ്പീരിയൻസിൽ. സെക്കൻഡ് ബസ്സിന് കുറച്ച് പോരായ്മകളൊക്കെ എല്ലാവരും പറഞ്ഞ പോലെ തോന്നി. പക്ഷേ ഏറ്റവും കൺവീനിയൻ്റ് ആയിട്ട് തോന്നിയത് ഈ മടിവാളയിലുള്ള എന്താ പറയുക, ഈ നമുക്ക് വെയിറ്റ് ചെയ്ത് നിൽക്കേണ്ട ആവശ്യമില്ല, നമുക്ക് ഇരിക്കാനായിട്ടുള്ള സ്പേസ് ഉണ്ട്. എപ്പോഴും ബസ് വരാമെന്ന് പറഞ്ഞ് നമ്മൾ അസിസ്റ്റ് ചെയ്ത് നമ്മൾ ബസ്സിൽ കയറ്റാനായിട്ട് ആൾക്കാരുണ്ട്. അപ്പോൾ അങ്ങനെ മടിവാളയിൽ നമുക്ക് നമ്മളിപ്പോൾ ഫസ്റ്റായിട്ട് തന്നെ ബാംഗ്ലൂരിൽ നിന്ന് നാട്ടിലേക്ക് പോകുകയെന്നുണ്ടെങ്കിൽ നമുക്ക് ഒരു ഡിസ്കംഫർട്ട് ഇല്ലാണ്ട് യാത്ര ചെയ്യാൻ പറ്റും. അതായത് നമ്മൾ എവിടെ പോയി നിൽക്കണം, ബസ് എവിടെ വരും, എങ്ങനെ പോകുന്നു എന്നുള്ളൊരു ടെൻഷൻ നമുക്കില്ല. സോ എനിക്ക് കല്ലട അതിൽ നല്ലൊരു ഓപ്ഷനായിട്ട് തോന്നി. കല്ലട മാത്രമല്ല, വേറെ കുറേ എന്താ പറയുക ഏജൻസികൾക്കും അവിടെ ഓഫീസ് ഉണ്ടായിരുന്നു. ഞാൻ പോയത് ഇതിലായിരുന്നു. സോ അങ്ങനെ ഡിസ്കംഫർട്ട് ഫീൽ ചെയ്യുന്നുണ്ടെങ്കിൽ ഇങ്ങനത്തെ ഓഫീസസ് മടിവാളിൽ ചൂസ് ചെയ്യുന്നതായിരിക്കും ബെറ്റർ. ട്രെയിനിനൊക്കെ ഫസ്റ്റ് ടൈം നമ്മൾ തിരിച്ചു പോകുമ്പോൾ നമുക്ക് ആ സ്ഥലമൊന്നും അറിയില്ലെങ്കിൽ നമുക്ക് ഡിസ്കംഫർട്ട് ഉണ്ടാവും. സോ എസ്പെഷ്യലി ലേഡീസിന് നല്ലൊരു ഓപ്ഷനാണ്. ഈവൻ അവിടെ ഇരുന്നിട്ട് പോലും എൻ്റെ അടുത്ത് കുറച്ച് ചേച്ചിമാർ എന്താ പറയുക, ബസ് എപ്പോഴാണ് വരിക, എവിടെ നിൽക്കട്ടെ എന്നൊക്കെയുള്ളൊരു ഡിസ്കംഫർട്ടിലായിരുന്നു. സോ ഒരു ഡിസ്കംഫർട്ട് ഒഴിവാക്കാനായിട്ട് ഇങ്ങനത്തെ ഒരു ട്രാവൽ ഏജൻസീസ് ചൂസ് ചെയ്യുന്നത് നല്ലതായിരിക്കും.